അമേരിക്കയെ നടുക്കി ആകാശ ദുരന്തം. കൻസാസിലെ വിജിതയിൽ നിന്ന് 64 യാത്രക്കാരുമായി വാഷിംഗ്ടണിലേക്ക് വരികയായിരുന്ന അമേരിക്കൻ എയർലൈൻസിന്റെ വിമാനം സൈനിക ഹെലികോപ്റ്ററുമായി ആകാശത്ത് കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിച്ചു. തുടർന്ന് പോട്ടോമാക് നദിയിലേക്ക് പതിച്ചു. അപകടത്തിൽപ്പെട്ട ആർമിയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിൽ 3 സൈനികരുണ്ടായിരുന്നു. വാഷിംഗ്ടണിലെ റൊണാൾഡ് റീഗൻ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാനായി വരികയായിരുന്നു യാത്രാ വിമാനം. US സമയം രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. കൊടും തണുത്ത കാലാവസ്ഥയിലും 300-ലേറെ പേർ നദിയിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇതുവരെ 18 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷയുള്ള ആകാശമേഖലയിലാണ് അപകടം. വൈറ്റ് ഹൗസിൽ നിന്ന് വെറും 3 മൈൽ അകലെയാണ് അപകടം നടന്നത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എത്ര പേർ മരിച്ചു എന്ന് ഔദ്യോഗികമായി കണക്ക് പുറത്തുവിട്ടിട്ടില്ല. ആരെയും രക്ഷപ്പെടുത്തിയതായും വിവരമില്ല. വളരെ അപൂർവമായി മാത്രമേ ഇത്തരം ആകാശ കൂട്ടിയിടികൾ സംഭവിക്കാറുള്ളൂ. എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്ന് അന്വേഷണം നടക്കുകയാണ്.